എന്താ പേര്? പാരി. എന്താ പേര്? മന്മഥൻ. എന്താ എന്താ സാധനം ഉണ്ടാ? എന്താ അവര് എന്നെ സംശയം ഉണ്ടെന്നും പറഞ്ഞൊക്കെ എന്നെ ഇവിടെ പിടിച്ചുകൊണ്ട് വന്നിട്ട് എല്ലാം എടുത്തിട്ട് പോയിക്കാം, പരിശോധിക്കാം. എങ്ങനെ പറ്റി? ഇത് ഒന്നും പറ്റിയതല്ല. ഞാൻ എയർപോർട്ടിൽ വണ്ടി ഓടിക്കുകയാണേ. പ്ലെയിനല്ല, ടാക്സി. അപ്പോൾ ഒരു പാസഞ്ചറിനെ കൊണ്ടുപോയി ഞാൻ അവിടെ ഇറക്കി പുള്ളിയുടെ ബാഗൊക്കെ കൊണ്ടുപോയി അങ്ങോട്ട് വെച്ച് കൊടുക്കാമെന്ന് ഓർത്ത് അങ്ങോട്ട് ചെല്ലുമ്പോൾ ഒരു ഫ്ലൈറ്റ് വന്ന് കുറേ പേര് ഇറങ്ങി ഇങ്ങോട്ട് വരണുണ്ടായി. അപ്പോൾ ഒരാൾ എന്നെ കൈ ഇങ്ങനെ കാണിച്ചപ്പോൾ എന്നോടത്ത് ഓട്ടം വിളിക്കാനാന്ന് ഓർത്ത് ഞാൻ വലിയ ഉത്സാഹത്തിന് അങ്ങോട്ട് ചെന്നു. അപ്പോൾ പുള്ളി എന്നോട് പറഞ്ഞു ബോൾഗാട്ടി പാലസിൽ പോണ വഴി ചോദിച്ചു. ഞാൻ എന്നെ കൊണ്ട് അറിയാവുന്ന പോലെ ഒരു ഇംഗ്ലീഷിലൊക്കെ പുള്ളിക്ക് പാലസിൽ പോണ വഴി പറഞ്ഞു കൊടുത്ത. അയാൾ താങ്ക് യു പറഞ്ഞ് കയ്യിൽ നിന്ന് ഇങ്ങനെ കെട്ടിപ്പിടിക്കണ പോലെ കാണിച്ചു. അപ്പോൾ പുള്ളി ഒരു ചൈനക്കാരനായിരുന്നു. ഞാനതും കഴിഞ്ഞ് ഇങ്ങോട്ട് പോന്നപ്പോൾ ഹെൽത്തുകാർ വന്ന് പിടിച്ച് എന്നെ വണ്ടി കയറ്റി. അത് ആരാന്ന് ചോദിച്ചപ്പോൾ അവനൊരു ചൈനക്കാരനാണ് വഴി പറഞ്ഞു കൊടുത്തതെന്ന് പറഞ്ഞപ്പോൾ അന്ന് ഇനി വീട്ടിലോട്ട് പോകാൻ പറ്റില്ല എന്ന് പറഞ്ഞ് വണ്ടി കയറ്റി ഇവിടെ കൊണ്ടുവന്നിട്ട്. ഞാൻ എനിക്ക് കുഴപ്പമൊന്നുമില്ല, ഞാൻ ടാക്സി ഓടിക്കണേന്ന് പറഞ്ഞു. അപ്പോൾ എൻ്റെ കയ്യിലാണെങ്കിൽ ഒരു ചൈനയുടെ മൊബൈൽ ഫോണാണ് കൊടുത്തത്. പിന്നെ അവന്മാരും മുണ്ടിച്ചില്ല, പിടിച്ച് വണ്ടി കയറ്റി ഇവിടെ കൊണ്ടുവന്നിട്ട് ഐസൊലേഷൻ വാർഡെന്ന് കേട്ടപ്പോൾ ഞാൻ ആദ്യം പേടിച്ച്. പക്ഷെ ഇവിടെ സൗകര്യമാണ്, സമയത്ത് ഭക്ഷണമുണ്ട്, AC ആണ്, പിന്നെ നമ്മുടെ പേരൊക്കെ TV-യിൽ എഴുതി കാണിക്കണ്ടെന്നാ കേട്ടത്. ഗമയായിട്ട് അങ്ങോട്ട് കിടക്കുകയാണ്. എന്താ പറ്റിയത്? ആർക്കെങ്കിലും വഴി പറഞ്ഞു കൊടുത്താണോ? അയ്യോ, ചൈന വഴി ഒന്ന് പോവേണ്ടി വന്നു. ചൈനയിൽ പോയാ? എനിക്ക് കുഴപ്പമില്ല. എൻ്റെ പെടലി അങ്ങനെ തന്നെ കിടന്നിട്ടേ. എന്നിട്ട് ചൈനയിൽ പോയി തിരിച്ചു വന്നപ്പോൾ ആരും എന്നെ അടുപ്പിക്കുന്നില്ല, എല്ലാവരും ഒറ്റപ്പെടുത്തി. ഉണ്ടെങ്കിൽ അധികം ബുദ്ധിമുട്ടില്ല, 2-3 ദിവസം കൊണ്ട് പോയി കിട്ടുമെന്നാണ് വാർത്തയിലൊക്കെ പറയണത്. നമുക്ക് പിന്നെ കുഴപ്പമില്ലല്ലോ. നമ്മളിത്ര പരിചയപ്പെട്ട സ്ഥിതിക്കേ രാജ്യത്ത് ഇങ്ങനെ ഒരു പ്രതിസന്ധി വന്നപ്പോൾ നമ്മൾ ഒന്നിച്ച് നേരിട്ടതാണെന്ന് പറയാലോ. മുഖം ഒന്ന് കണ്ടാൽ കൊള്ളായിരുന്നു, പുറത്തോടെങ്കിലും വെച്ച് കണ്ടാൽ തിരിച്ചറിയാലോ. എനിക്ക് മുഖം ഒന്ന് കണ്ടാൽ കൊള്ളാന്നുണ്ട്. 2 ദിവസമായി ആൾക്കാരെയൊക്കെ കണ്ടിട്ടെ. സത്യത്തിൽ നിങ്ങൾക്ക് അസുഖം ഉണ്ടോ? ഇല്ല, ഇത് പഴയ ഇസിനോഫീലിയടാ, ഇടക്ക് വന്നതാ. എനിക്ക് ഇത് എടുത്ത് അപ്പം തുമ്മൽ വരും. AC അടി കിടന്നിട്ടാണ്. പേടിക്കണ്ട, അത് എടുക്കണ്ട കേട്ടോ. പൊന്നാല ഡോക്ടർ, എന്താ പറഞ്ഞേ? എനിക്ക് അസുഖം ഉണ്ടോ? അപ്പൊ എങ്ങനെ ഇപ്പൊ നിങ്ങൾ എന്നെ കൊണ്ടോണേ? ഇത് നിങ്ങളൊക്കെ പറഞ്ഞവർക്ക് ഇത് ഉണ്ടെന്നല്ല അതിന്റെ അർത്ഥം.